അങ്ങനെ അടുത്ത ടാസ്കിന്റെ പ്രമോ കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രമോയിൽ കാണിക്കുന്നത് നോറ, അൻസിബ, അപ്സര, ശരണ്യ എന്നിവരൊക്കെ ഒരു ഇരുമ്പ് കേജിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ലോക്ക് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കീ തപ്പിത്തെരയുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്നെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്തത് നോറ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മുഖത്ത് ഞാൻ കണ്ടിട്ടുള്ള പുച്ഛഭാവമാണ്. ഇത് 1 മിനിറ്റ് നേരം ദൈർഘ്യമുള്ള പ്രമോ കണ്ടതിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ നോറ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് എപ്പോഴും ഇങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതൊരു ടാസ്ക് കൊടുത്താലും നോറ നോക്കുന്നത് അതിൽ എനിക്കിഷ്ടമില്ലാത്തവരെ കുത്തി പറയാനായിട്ടുള്ള അങ്ങനെയുള്ള ഒരു എലമെന്റ് അവിടെ ഉണ്ടോ എന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു എലമെന്റ് ആ ടാസ്കിൽ ഇല്ല എങ്കിൽ നോറ ആ ടാസ്ക് വിജയിപ്പിക്കാനായിട്ട് ഒരു എഫേർട്ടും ഇടില്ല. ഇപ്പോൾ ഈ ടാസ്ക് തന്നെ എടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഫണ്ണി ടാസ്ക് ആണ്. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ ആരും റിയൽ ആയിട്ടുള്ള കേജിൽ അടച്ചു വെച്ചിട്ടില്ല എന്ന്. എങ്കിൽ പോലും ആ ടാസ്ക് വിജയിപ്പിക്കാനായിട്ട് ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നോറ ഇടേണ്ട ഒരു എഫേർട്ട് ഉണ്ട്. ഇവിടെ അപ്സരയൊക്കെ ആ ടാസ്ക് വളരെ മനോഹരമാക്കാനായിട്ട് ചത്ത് കിടന്ന് പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രതീഷ് ഏട്ടൻ, അഭിഷേക് ശ്രീകുമാർ ഇവരൊക്കെ മണ്ടന്മാരൊന്നല്ല. ഇവർക്കറിയാം ഇതൊരു ഫേക്ക് സംഭവമാണ്, ഇത് റിയൽ അല്ല എന്നുള്ളത്. എങ്കിലും ഇവരിങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നതും മറ്റും ഈ ടാസ്ക് മനോഹരമാക്കി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഇതൊന്നും അല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരാൾ മാത്രം ഇരിക്കുമ്പോൾ ടു ബി ഫ്രാങ്ക് ഇറ്റ്സ് സോ ഇറിറ്റേറ്റിംഗ്. നോറ എന്ന കണ്ടസ്റ്റന്റ് ഇങ്ങനെ ഒരു സീറ്റ് ഡിസേർവ് പോലും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. താല്പര്യമില്ലെങ്കിൽ ഇറങ്ങി പോണം മിസ്റ്റർ.